റൂമിലെ കർട്ടൻ നീക്കി നോക്കിയതും എനിക്കറിയില്ല എന്തോ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഓറഞ്ച് റേസ് വന്നിട്ട് ആ മലയുടെ ടോപ്പ് പോർഷൻ നല്ല ഓറഞ്ച് കളറിലായിരുന്നു. അതിന് ഇപ്പോഴാണ് പതുക്കെ പതുക്കെ വെയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നത്. അതുവരെ അതിൻ്റെ മേളിലൊരു ഓറഞ്ച് കളറിലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ നേരം ഇത് നോക്കി നിൽക്കാം എന്നല്ലാണ്ട് എങ്ങനെ തോന്നുന്നു എന്ത് തോന്നുന്നു എന്ന് പറയാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. So, photo. How much? You pay. You pay for the photo. Okay? How much you want? How much you want? No, nothing. The place. അന്നപൂർണ റിസർവേഷൻ ഏരിയയിലുള്ള ഒരു ട്രെയിലാണ് ഗുരുങ് ഹെറിറ്റേജ് ട്രെയിൽ എന്ന് പറയുന്നത്. ആ ഗുരുങ് ഹെറിറ്റേജ് ട്രെയിലിൽ വരുന്ന ഏറ്റവും പിക്ചറസ്ക്യൂ വ്യൂ കിട്ടുന്ന ഒരു വില്ലേജാണ് ഖണ്ഡ്രുക് വില്ലേജ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അന്നപൂർണയിൽ അല്ലെങ്കിൽ ഖണ്ഡ്രുക് വില്ലേജിൻ്റെ ഇമേജസ് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ വരുന്നത് ഗുരുങ് കോട്ടേജിൻ്റെ ഒരു വ്യൂ ആണ്. ആ ഗുരുങ് കോട്ടേജിനകത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അവിടെ നിന്നുള്ള അന്നപൂർണയുടെ വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇവിടെ വരുമ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളിങ്ങനെ ഓരോ ഇടത്ത് പോയി ചോദിച്ച് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പിന്നെയാണെന്നുണ്ടെങ്കിൽ മാപ്പ് ഇട്ട് പോകാൻ പറ്റുന്ന വഴികളല്ല, എല്ലാം ഓരോ ഇടവഴികളും ഇതുവരെ ഗൂഗിൾ മാപ്പിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വഴികളുള്ളൊരു സ്ഥലമാണിത്. സത്യത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ നിന്ന് ഈ കോട്ടേജ് അന്വേഷിച്ച് സത്യത്തിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ പുറപ്പെട്ട, ശരിക്കും നോക്കിയാൽ ഒരു 10 മിനിറ്റിനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ചോദിച്ച് വഴി മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർ മുകളിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വഴി കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു മുകളിലേക്കുള്ള വഴി തന്നെ നമ്മൾ കയറിപ്പോകും. പക്ഷെ അതായിരിക്കില്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് എന്നിട്ടായിരിക്കും പോകേണ്ടത്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ടുള്ള പോലത്തെ വഴികളാണ്. പിന്നെ കണ്ടാൽ ഒന്നുപോലെ ഇരിക്കുന്ന ഒത്തിരി ബിൽഡിങ്ങുകളും ഉണ്ട്. नीचे चलो, वहीं है गुरुम का टेंट. ശരിക്കും നമ്മൾ വില്ലേജിലോട്ട് എത്തിയെന്ന്
ാണ് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഗുരുങ് കോട്ടേജ് വരാനും ഈ വ്യൂ കാണാനും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം അന്വേഷിച്ച് വരാനും കാരണമെന്ന് ഇവിടുത്തെ ഓണറോട് വെച്ചപ്പോൾ അതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹം ഇവിടെ 29 വർഷമായി താമസിക്കുന്നു. പക്ഷെ സത്യത്തിൽ പുള്ളി പറയുന്ന പുള്ളിക്ക് അറിയില്ല, എനിക്കറിയില്ല, ഞാൻ 29 വർഷം ഇവിടെ ജീവിക്കുന്നു, എന്തിനാ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സത്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആയിട്ടുള്ള റൂമുകളാണ്. ഇവിടെ പൊതുവെ പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾ നിന്നിടത്താണെങ്കിൽ ഞങ്ങൾ പാക്കേജ് ആയിട്ടാണ്. അത് ബ്രേക്ക്ഫാസ്റ്റും തലേ ദിവസത്തെ നമ്മൾ നിന്ന ദിവസത്തെ ഡിന്നറും കൂടെ ഉൾപ്പെടെ ആയിരിക്കും. നമുക്കതും പെർ പേഴ്സൺ ആണ് റേറ്റ് വരുന്നത്. ആ കാണുന്ന ഹോം സ്റ്റേ ഉണ്ടോ, അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ വരാനാണ് കണ്ട വഴി എല്ലാം കറങ്ങിയിട്ട് ഏട് പിടിച്ച് ഞങ്ങൾ വന്നത്. ആദ്യമേ പറഞ്ഞില്ലേ, ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഒരു സ്ഥലം രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, നേരെ പോ, താഴോട്ട് പോകുന്നല്ല, അതൊന്നും പറയണില്ല. ഗുരുങ് കോട്ടേജ് നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം നടന്നു പോയത്. നമ്മൾ വെറുതെ ആ ഒരു പേരും വെച്ച് പോയതാണ്. നമുക്ക് അവിടെ എന്താ കാണാനുള്ളതെന്ന് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വെച്ച് കണ്ട എല്ലാ കോട്ടേജിനേക്കാളും എല്ലാ ഹോം സ്റ്റേനേക്കാളും ഒരു സൂപ്പർ വ്യൂ ആയിരുന്നു. അത് മാത്രമല്ല അവിടുത്തെ ആളത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതി ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും രസമായിരുന്നു കാണാനായിട്ട്. നമുക്ക് ഇത്രയും ദൂരം നടന്നത് ഒരു നഷ്ടബോധം നമുക്ക് ഫീൽ ചെയ്യണില്ല, വെറുത്തായിരുന്നു സംഭവം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ളൊരു സെൻസ് അല്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഒരു 10 മിനിറ്റ് ചുമ്മാ ആ മലയെ നോക്കിയിരിക്കാൻ ഒരു ഫീലാണ്. അത് ഭയങ്കര രസമുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുങ് കോട്ടേജ് കണ്ടപ്പോഴുള്ള ഒരു ഫീല്? ഗുരുങ് കോട്ടേജ് ശരിക്കും ഞാൻ ഒരു 2020 തൊട്ട് എൻ്റെ ഇൻസ്റ്റയിൽ സേവ്ഡിനകത്ത് വെച്ചേക്കുന്ന ഒരു പോസ്റ്റാണ് ആ ഗുരുങ് കോട്ടയിൽ നിന്നുള്ള ഫ്രെയിം. അപ്പോൾ അത് നമ്മൾ കുറേ എവിടെയാണെന്നൊക്കെ തപ്പിപ്പിടിച്ച് നേപ്പാൾ എവിടെയാണെന്നൊക്കെ അറിയാം. അപ്പോൾ നേപ്പാൾ പോകുമ്പോൾ പോകണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ വെച്ചിരുന്നൊരു സംഭവമാണ്. പക്ഷേ ഇത്തവണ നേപ്പാൾ ഉള്ളപ്പോഴും ഞാൻ മറന്നുപോയി. അപ്പം പൊക്രയിൽ വെച്ച് ട്രക്കിങ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഗാൻഡ്രുക് ട്രക്ക് എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ ഈ സ്ഥലം അവിടെ ആണല്ലോ എന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പം ശരിക്കും അതിങ്ങനെ പോയി കാണണം, അല്ലെങ്കിൽ അവിടെ റൂം എടുക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അവിടെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ എല്ലാം പ്രീ ബുക്ക്ഡ് ആയിരുന്നു. അപ്പം രാവിലെ അവിടെ ഇങ്ങനെ പോയി നമ്മൾ കുറേ നാളിങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം നേരിട്ട് കാണുമ്പം കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് ഒരു ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറയാമല്ലോ, അതിങ്ങനെ ഇതായിരുന്നല്ലേ, അത് ആ മൂമെൻ്റ് ആയിരുന്നു. ശരിക്കും ഇഷ്ടമായി.